Hi everyone, after a long break, we come back again to a new class, a new episode. So, actually, we are not separated with each other, we are always together. That's the value of real relationship. You ever never think that what is the value of relationship? What is the value of great relationships? What is it? When we lost something or when we make something as memory, that moment we recognize or realize that that's the good relationship, or that's the value of relationship. Oh, that's great. Oh, that person is very great. We think that, but after the missing, or after it becomes a memory. So I remember you always, that is, recognize the value or realize the value of the great relationship when all that are besides you or along with you. That's the value. If the relationships are within your hands, we can't recognize the value. If they lost, we recognize or regret about that relationship. So never lose the good relationships. Never forget about good relationship. Always keep, always maintain, always keep with you the real relationships. That's a great feel. So we come to our next class, that is income from business or profession. The third head of income tax. First one income from salary, second one house property, then third one income from business or profession. So the two terms are very important in this chapter. That is, first one is what is business, and second one what is profession. In commercial word, business means any entity or enterprises started for a particular aim. That particular aim is known as profit making, none other than. Any enterprises start with an object of to earn or make profit, it is known as business. ഏതൊരു സ്ഥാപനമാണോ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനാണോ പ്രോഫിറ്റ് എന്നുള്ള മെയിൻ എയിമുമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അവയെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. വേറാസ് ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു സ്ഥാപനം ഓർ ഏതൊരു വ്യക്തിയാണോ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയോ സർവീസോ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തൗട്ട് ദ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. പ്രൊഫഷൻ ആൻഡ് ബിസിനസ്സിൻ്റെ എൻറ്റയർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ബിസിനസ് എയിം ചെയ്യുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രൊഫഷൻ എയിം ചെയ്യുന്നത് അൾട്ടിമേറ്റ് സർവീസ് ആണ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് അൾട്ടിമേറ്റ് സർവീസ് ടു ദി സൊസൈറ്റി ആൻഡ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അല്ലെങ്കിൽ അങ്ങനെ ആവണം പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. പ്രൊഫഷൻ ഷുഡ് ബി ദാറ്റ് ടേം ഓർ ദാറ്റ് വൺ പെർട്ടിക്കുലർ എയിം. അതായിരിക്കണം പ്രൊഫഷൻ. പ്രോഫിറ്റ് മേക്കിംഗ് ആവരുത്, സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ദെൻ ബിസിനസ്, നമുക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, കാലിബർ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പല ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് തുടങ്ങാം. കുറേ പേര് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സംരംഭം സക്സസ് ആയിരിക്കാം. വേറെസ് ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ അതൊരു കൂട്ടായ്മ മാത്രമല്ല, അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൂടിയാണ്. ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു പ്രൊഫഷണലാണ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു ഡോക്ടർ, ഒരു ലോയർ ഓർ ടീച്ചിങ്, ഇതെല്ലാം പ്രൊഫഷൻസ് ആണ്. ഇതെല്ലാം പ്രൊഫഷനാണെന്ന് പറയാൻ കാരണം ദ മെയിൻ എയിം ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ഓർ എൻറ്റിറ്റീസ് ആർ നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ബട്ട് സർവീസ്. കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ഓൺ സർവീസസ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം. സോ ഇതിൽ ഒരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ ഹൗ ടു ബിക്കം എ ഗുഡ് പ്രൊഫഷണൽ, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്നത്തെ കാലത്തെല്ലാം പ്രത്യേകിച്ച് ഇതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് എങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ ആവാൻ പറ്റും എന്നുള്ളത്. സർട്ടിഫിക്കറ്റ്സ് കൊണ്ടോ ക്വാളിഫിക്കേഷൻസ് കൊണ്ടോ നോളേജ് കൊണ്ടോ മാത്രം നമുക്കൊരു പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. ഒരു ഗുഡ് പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ he or she should have to possess some intellectual plus personal skills. രണ്ടും ഉണ്ടായിരിക്കണം. ഇൻ്റലക്ച്വലായ സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ നമുക്ക് പേഴ്സണലായ കുറച്ച് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഐ ക്യാൻ ഡു എന്നുള്ള ഒരു എയിം ഉണ്ടായിരിക്കണം. സോ വി ഹാവ് ടു ടേക്ക് ദ റിസ്ക് ഫോർ ഡൂയിങ് ദാറ്റ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട റിസ്ക് എടുക്കാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. അപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസിനും ഡോക്ടേഴ്സ് ആവാൻ പറ്റണമെന്നില്ല. കാരണം അവർക്ക് അറിയണം ഹൗ ടു ട്രീറ്റ് പേഷ്യൻസ്.
ഓർ ഹൗ ടു ബിഹേവ് വിത്ത് പേഷ്യൻസ് എന്നുള്ളത് നമുക്ക് അറിയണം. ഒരു ലോയർ എല്ലാ ലോ കഴിഞ്ഞ എല്ലാവർക്കും നന്നായിട്ട് കേസുകൾ എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം അവർക്ക് അറിയണം എങ്ങനെയാണ് ഒരു കേസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം. നോളേജുള്ള എല്ലാ പേഴ്സൺസിനും ടീച്ചേഴ്സ് ആവാൻ സാധിക്കില്ല. കാരണം ദ ടീച്ചർ how to know how to manage the classes or how to communicate with the students. That is profession എന്ന് വെച്ചാൽ നമുക്ക് ബുക്കിഷ് നോളേജ് ഉണ്ടായിരിക്കണം, അതിനേക്കാൾ കൂടുതൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു സ്കിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ബ്ലഡിൽ തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. നമുക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രൊഫഷനാണ് താല്പര്യം, എനിക്കിത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ആ സെക്കൻഡ് വണ്ണിനാണ് പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ്. നമ്മുടെ ബുക്കിഷ് നോളേജിനേക്കാൾ കൂടുതൽ സെക്കൻഡ് വണ്ണിനാണ് കൂടുതലായിട്ട് നമുക്ക് അവിടെയാണ് നമുക്ക് ഒരു പവർഫുള്ളായ ടേം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമാണ്. ആ സെക്കൻഡ് ടേമിലാണ് ഒരു വ്യക്തിക്ക് ആ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആവാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സിൻസിയർ ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, നമ്മൾ അതിനോട് നോളേജബിൾ ആയിരിക്കണം, നോളേജുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഈഗർ ടു നോളേജ് ഉണ്ടായിരിക്കണം, അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഓൾവേസ് ബി എ സ്റ്റുഡൻറ്റ്, നമ്മളെപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. സോ വി ഓൾവേസ് ബി എ പ്രൊഫഷണൽ. ഒരു ഗുഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രൊഫഷണൽ ആവുക എന്ന് വെച്ചാൽ അതൊരു ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കല്ല. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ, ബട്ട് ഇറ്റ്സ് വെരി നൈസ് ആൻഡ് ഒരു ഈ പ്രൊഫഷൻ എന്ന് വെച്ചാൽ അതൊരു പ്രത്യേകമായിട്ടൊരു ഫീൽ തരുന്ന ഒരു ജോലി തന്നെയാണ്. സംതിങ് ഫീൽ എങ്ങനെയാണെന്ന് വെക്കാൻ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. കാരണം ഡോക്ടേഴ്സിന് അവരുടേതായ ഒരു ഫീൽ ആ ഒരു ജോബിൽ ഉണ്ടായിരിക്കും. കാരണം ഒരു പേഷ്യൻറ്റിൻ്റെ അസുഖം മാറുമ്പോഴാണ് ഒരു ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ഉണ്ടാവുന്നത്. ഒരു സ്റ്റുഡൻസ് നല്ല രീതിയിലാവുമ്പോഴാണ് ഒരു ടീച്ചർ ബിക്കം ഫീൽ, ആ ഒരു റിയൽ ഫീൽ ഉണ്ടാവുന്നത് ടീച്ചർക്ക്. അതുപോലെ ഒരു കേസ് വിജയിക്കുമ്പോഴാണ് ലോയർക്ക് ഒരു എക്സ്ട്രാ ഫീൽ എന്നുള്ളത് സംഭവിക്കുന്നത്. ഒരു ജേർണലിസ്റ്റിന് ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്കില്ല് വരുമ്പോഴാണ്, നല്ല ഡിബേറ്റ് ക്വാളിറ്റി വരുമ്പോഴാണ് ഒരു ഫീൽ വരുന്നത്. അതൊക്കെയാണ് ഒരു ന്യൂസിനെ എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ നല്ല രീതിയിൽ നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായ രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മളതിൽ ആഡിങ് അല്ല, കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ ന്യൂസ് മാറിപ്പോകാനും പാടില്ല. എന്നാൽ എങ്ങനെ വായനക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, അവിടെയാണ് ജേർണലിസ്റ്റ് സക്സസ് ആവുന്നത്. ഇതൊക്കെയാണ് പ്രൊഫഷൻ എന്നുള്ളത് വരുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എയിം മാത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. പ്രൊഫഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റ് എന്നല്ല, സർവീസ് എന്നാണ് പ്രൊഫഷൻ്റെ മെയിൻ ആയിട്ടുള്ള മോട്ടോ. ഇനി ഈ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ 35 to 44 ആണ് ഇൻകം ടാക്സിൽ ഈ സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇതിൽ ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തിയറിറ്റിക്കലി കുറച്ച് വൈഡ് ആയിട്ടുള്ളതാണത്. അപ്പോൾ ഇതുകൊണ്ട് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ഈ ഒരു ഓൺലൈൻ മോഡലിൽ ഇങ്ങനെ നമുക്ക് തിയറി എടുക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നാം. ബിസിനസ് ഓർ പ്രൊഫഷനിൽ കൂടുതൽ തിയറീസ് ഉണ്ട്. അപ്പോൾ തിയറി ഷോർട്ടായിട്ടുള്ള സ്ലൈഡുകളായിട്ടായിരിക്കും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ടായിരിക്കും. സോ ഒരു സിമ്പിളായിട്ട് ഒരു നക്ഷലിൽ എങ്ങനെയാണ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം. ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ ഒരു ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് സിമ്പിളായ വേസാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് സംരംഭമായിരിക്കുമ്പോഴും അവ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് രീതിയിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇൻകം ടാക്സിൽ നമ്മൾ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ എന്ന് നമ്മൾ റീചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻകം ടാക്സിൽ നടക്കുന്നത്. വെദർ ദ പ്രോഫിറ്റ് ഒരു കറക്റ്റ് ആണോ അതോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മൾ ഇൻകം ടാക്സിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അഡ്മിസിബിൾ അല്ലെങ്കിൽ ഇൻഅഡ്മിസിബിൾ എന്നാണ് എക്സ്പെൻസസിനെയും ഇൻകത്തിനെയും പറയുന്നത്. ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാൻ പറ്റുന്ന ഇൻകംസ്, എടുക്കാതിരിക്കാൻ പറ്റുന്നത്, അലവബിൾ ആയത്, ഡിസലൗഡ് ആയത്, ഇങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ചില ഐറ്റത്തിനെ നമ്മൾ ബിസിനസ്സിൽ എടുക്കാൻ പാടില്ല എന്ന് പറയും, ചിലതിനെ നമ്മൾ എടുക്കാമെന്ന് പറയും. ഈ രീതിയിലാണ് നമ്മൾ സഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് കാണുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വെച്ച് നോക്കി ഇത് യഥാർത്ഥ നെറ്റ് പ്രോഫിറ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഫസ്റ്റ് നമ്മൾ ഇൻകം ടാക്സിൽ നടത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇൻകം ടാക്സിൽ പറയുന്ന ചെറിയൊരു ക്ലൂ ആണ് ഇതിൽ പറയുന്നത്. ബിസിനസ്സിനുമായി യഥാർത്ഥത്തിൽ ഡയറക്റ്റായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും അലവുകളാണ്. ഇൻകം ടാക്സിൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു ബിസിനസ് സംരംഭം അത് ഡയറക്റ്റായിട്ട് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസസും അലവബിളാണ്, എല്ലാ ഇൻകംസും അലവബിളാണ്, മറ്റൊന്നും അലൗഡ് അല്ല. മറ്റൊന്നും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബിസിനസ് ഹെഡിൽ വരുന്ന എക്സ്പെൻസസ് മാത്രമാണ് അലൗഡ് ആയത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻകംസ്, വരുമാനവും അതുപോലെ തന്നെ ബിസിനസ് ഹെഡിൽ വരുന്നതുമായ ഇൻകംസും അല്ലെങ്കിൽ എക്സ്പെൻസും മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. മറ്റൊന്നും തന്നെ അലൗഡ് അല്ല. മറ്റൊരു ഹെഡിൽ വരുന്ന ഒരു ഇൻകവും ഇതിലെടുക്കരുത്. ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു ഐറ്റം നമ്മുടെ P&L അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിലും അത് ഇവിടെ എടുക്കരുത്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഇൻകത്തിൽ നിന്ന് മാറ്റണം. അങ്ങനെയാണ് നമ്മൾ എക്സാക്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് തന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. ദെൻ ആഡ് disallowed expenses. disallowed expenses, അലൗഡ് അല്ലാത്ത എക്സ്പെൻസസ്, ബിസിനസ്സുമായി ബന്ധമില്ലാത്ത എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നതാണ്. അത് പ്യുവർലി പേഴ്സണൽ ഇൻ നേച്ചറാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ റിസർവ്, ഒരു റിസർവ്സും പ്രൊവിഷൻസും അലൗഡ് അല്ല. റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് ഒന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ ആഡ് ബാക്ക് ഓൾ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്. റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതങ്ങനെ പറയാൻ കാരണം നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ ഇപ്പോൾ ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഡെബിറ്റ് ചെയ്ത എല്ലാ ഐറ്റത്തിനെയാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്തതിനെയാണ് ലെസ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കുറയ്ക്കാനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. റിസർവായി മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ആ റിസർവ് പ്രൊവിഷനെ നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഐറ്റത്തിന് ഡെബിറ്റ് വരുന്ന സമയത്ത് ഫൈനൽ എഫക്റ്റ് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ഐറ്റത്തിന് ക്രെഡിറ്റ് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അത്രയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പ്രൊവിഷൻ ഫോർ റിസർവോ പ്രൊവിഷനോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നും സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് പ്രോഫിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ പ്രോഫിറ്റ് നിന്നും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിയമപരമായി സാധിക്കാത്തത് കൊണ്ട്, ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും അതിനെ ആഡ് ബാക്ക് ചെയ്യണം. എന്തിന്? ടു ഗെറ്റ് ദി റിയൽ പ്രോഫിറ്റ്. റിയൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ വീണ്ടും ആഡ് ബാക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ റിസർവ്സ്, ഇതുപോലുള്ള പ്രൊവിഷൻസ്, ബാഡ് ഡെറ്റ്സ്, റിസർവ്, ഇതെല്ലാം ഏത് തരത്തിലുള്ള പ്രൊവിഷൻസ്, ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ്, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ചില എക്സ്പെൻസസുകളാണ്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന എല്ലാ എക്സ്പെൻസസുകളെയും തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ സെയിം കേസ് തന്നെയാണ് ഇൻകത്തിൻ്റെ. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നു. ഇനി ലെസ് ചെയ്യുന്നത്, ലെസ് ഡിസലൗഡ് ഇൻകംസ് ഡിസലൗ ചെയ്യുന്നു. ഇൻകംസ് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ലെസ് ചെയ്യണം. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടിയുടെ റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, റെൻറ്റ് കിട്ടുന്നുണ്ട് ഒരു പോർഷൻ ബിസിനസ്സിനും മറ്റു ഭാഗം നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുവാണ് ഒരു ബിൽഡിങ്ങിൻ്റെ എന്നുണ്ടെങ്കിൽ ബിസിനസ് പോർഷനെ മാത്രമേ നമ്മൾ ഇതിൽ എടുക്കാൻ പാടുള്ളൂ. പേഴ്സണലായി വരുന്നതിനെ നമ്മൾ ഇതിന്ന് ലെസ് ചെയ്യണം. അങ്ങനെ ഇൻകംസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇൻകം ലെസ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു ഇൻകം നമ്മൾ ഓൾറെഡി കിട്ടിയതിനെ കിട്ടുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ എന്താണ്? കൂടുതലാണ്. അതിനെത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ അത്രയും കൂടുതലാണ്. അപ്പോൾ അത് യഥാർത്ഥ നെറ്റ് പ്രോഫിറ്റ് അല്ല. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി നിർത്തിയാലാണ് യഥാർത്ഥ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലെസ് ചെയ്യുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സിൽ വരുന്ന വല്ല ഐറ്റംസും ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. ബിസിനസ്സിലെ സ്റ്റാഫിന് വേണ്ടി കൊടുത്ത സാലറി, അല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ യഥാർത്ഥ ഡിപ്രീസിയേഷൻ, ഇതെല്ലാം മാത്രമേ ബിസിനസ് ഹെഡിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെ പറയുന്നത് ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് നമ്മൾ എടുക്കുന്നു. ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ്, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൻ്റേതല്ലാത്ത മറ്റ് ഹെഡിൽ വരുന്നതിനുള്ള എക്സ്പെൻസസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യുന്നു. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് അതർ ഹെഡിൽ വരുന്നതോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റേതല്ലാത്തതുമായ എല്ലാ ഇൻകത്തിനെയും നമ്മൾ ലെസ് ചെയ്യുന്നു. ഫൈനൽ കിട്ടുന്നതാണ് നമ്മുടെ റിയൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ. ഇതിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്, ഈ റിയൽ നെറ്റ് പ്രോഫിറ്റിന്. ഇതാണ് ഈ ഫസ്റ്റ് ഈ ഒരു നട്ഷലായിട്ട് ബിസിനസ് ഇൻകത്തിൻ്റെതായി വരുന്നത്. തിയറിറ്റിക്കലി ഒരു ബ്രോഡ് ആയതാണ്. അപ്പോൾ തിയറി വരുന്ന ഇതിൽ PPT ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ബിസിനസ് ഓർ പ്രൊഫഷനെ പറ്റിയുള്ള ഒരു നട്ഷലായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക. തിയറി നമ്മൾ PPT ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.